ഞാൻ ഇടയ്ക്ക് എൻ്റെ കണ്ടന്റുകളുടെ ഇടയിൽ പറയാറുണ്ട്, ഈ യൂട്യൂബ് കോണ്ടന്റ് ക്രിയേറ്റേഴ്സിൻ്റെ ഇടയിൽ, എസ്പെഷ്യലി ഫാമിലി വ്ളോഗേഴ്സ്, ഡേ ടു ഡേ വ്ളോഗ് ചെയ്യുന്ന, ഡെയിലി കോണ്ടന്റ് ഇടുന്ന ആളുകളുടെ ഇടയിൽ, കപ്പിൾ വ്ളോഗേഴ്സിൻ്റെ ഇടയിൽ പ്രഗ്നൻസി റിലേറ്റഡ് കോണ്ടന്റുകൾക്ക് ഭയങ്കര അധികം മാർക്കറ്റാണ്, ഭയങ്കര ട്രെൻഡിങ് ആണ്, ഭയങ്കര വ്യൂവർഷിപ്പാണ് എന്നുള്ളത്. ഇപ്പോൾ പ്രഗ്നൻസി വ്ളോഗിനുപരി ഒരു പേരിടൽ ചടങ്ങ് ഭയങ്കരമായിട്ട് വൈറലായിരിക്കുകയാണ്. അതായത് നമ്മുടെ വിജയ് മാധവ്, ഐഡിയ സ്റ്റാർ സിംഗർ ഫെയിം വിജയ് മാധവിനും ദേവിക നമ്പ്യാർക്കും കുട്ടിയുണ്ടായി, രണ്ടാമത്തെ കുട്ടിയാണ്. ഈ ബേബി ഗേളിൻ്റെ നെയിം റിവീലിംഗ് പരിപാടിയാണ് ഇപ്പോൾ ഭയങ്കരമായിട്ട് കത്തിക്കൊണ്ടിരിക്കുന്നത്. കമൻറ്റ് ബോക്സൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ മോനെ, ഇതിന് മുമ്പ് ഇവരുടെ വീഡിയോസ് ഞാൻ കാണാറുണ്ടായിരുന്നു, അങ്ങനെ ഇടയ്ക്കൊക്കെ കാണും. അപ്പോൾ അങ്ങനെ അതിൻ്റെ കമൻറ്റ് ബോക്സിലൊക്കെ നോക്കുമ്പോൾ ഭയങ്കര ഉത്തമ ഫാമിലി, ഭയങ്കര കേരളീയത തുളുമ്പുന്ന അങ്ങനത്തെയൊക്കെയുള്ള ഭയങ്കരമായിട്ടുള്ള സ്നേഹം കൊണ്ടുള്ള കമൻറ്റ് ബോക്സ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പം നേരെ തിരിഞ്ഞടേ. ഇപ്പം എല്ലാവരും കൂടിയും വിജയ് മാധവിനോട് നിനക്ക് എന്തോന്നടേ എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ കമൻറ്റ് ബോക്സിൽ നാട്ടുകാർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ആക്ച്വലി എന്താണ് ഈ നെയിം റിവീലിങ്ങിൻ്റെ സീന്, എന്താണ് ഇവർ കുട്ടിക്ക് പേരിട്ടത്, എന്തുകൊണ്ടാണ് കമൻറ്റ് ബോക്സ് അത്രത്തോളം തിരിയാനുള്ള കാരണം എന്നുള്ളതൊക്കെ നമുക്കൊന്ന് വിശദമായിട്ട് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, സോ വി ആർ സ്റ്റാർട്ടിങ് ഹിയർ. ഇതിപ്പം ഓൾറെഡി നമ്മുടെ ഡെലിവറി അറിഞ്ഞതിന് ശേഷം പരിചയക്കാരും അല്ലെ നമ്മളെ കാണുന്നവരും നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളും എന്തിനേറെ പറയുന്നു, എൻ്റെ സ്വന്തം പെങ്ങൾ വരെ എനിക്ക് ചോദിച്ചുകൊണ്ടിരുന്നത് കുട്ടിയാണോ പെണ്ണാണോ എന്നല്ല ആൾക്കാർക്ക് അറിയേണ്ടത്, പേരെന്താണ്. ഓക്കെ, നമ്മളിപ്പോൾ ഒരു ആശുപത്രിയിലായിരുന്നത് കൊണ്ട് നമ്മൾ ആവശ്യമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് ഇറങ്ങിയാൽ കുറഞ്ഞതൊരു 10 പേരെങ്കിലും പേര് ചോദിക്കും. ഡോക്ടർ വരെ ചോദിച്ചു. സിസ്റ്റർമാർ ചെക്കപ്പിന്, ദേവിയുടെ ചെക്കപ്പിന് പോയപ്പോൾ, അതായത് നമ്മളിപ്പം ഡെലിവറിക്ക് വരുന്നതിന് ഒരു 2 ദിവസം മുന്നേ അല്ലേ നമ്മൾ ചെക്കപ്പിന് വന്നത്, അപ്പോൾ പോലും ആൾക്കാർക്ക് അറിയേണ്ട അടുത്ത ബേബിയുടെ പേരെന്താണ്. അപ്പോഴാണ് ഞാൻ ആ സത്യം തിരിച്ചറിയുന്നത്. ഇത്രയും ആൾക്കാർ ആ പേരറിയാൻ വേണ്ടി ക്യൂരിയസ് ആയിട്ട് നിൽക്കുന്നുണ്ടെന്ന്. അപ്പം എന്തുകൊണ്ട് ഇത്രയും ആളുകൾ പേരറിയാൻ ക്യൂരിയസ് ആയി എന്നുള്ളത് ഇവരുടെ ആദ്യത്തെ കുട്ടിയുടെ പേര് നോക്കുമ്പോൾ തന്നെ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ ഇവരുടെ കോണ്ടന്റുകൾ ഡെയിലി ബേസിസിൽ കാണുന്നവർക്ക് ഇവരുടെ ആദ്യത്തെ കുട്ടി ഉണ്ടായ സമയത്ത് പേരിട്ടത് റിലേറ്റ് ആയിട്ടുണ്ടായിരുന്ന 1-2 വീഡിയോസ് ഉണ്ട്. സോ ആ കുട്ടിയുടെ പേര് ആളുകൾ അന്ന് കുറച്ചധികം ഈ പറഞ്ഞ പോലെ എന്തിനാണ് ആ കുട്ടിക്ക് അങ്ങനെ ഒരു പേരിട്ടത്, അയ്യോ ഈ കുട്ടിക്ക് ഈ പേരാണോ ഇട്ടേ എന്നുള്ള രീതിയിലുള്ള കുറേ കമൻറ്റുകളും കാര്യങ്ങളും ഇവരുടെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ഒക്കെ ആയിട്ടായിരുന്നു അതിൻ്റെ ഒരു വൈറൽ എലമെൻ്റ് ഉണ്ടായിരുന്നത്. സോ ആദ്യത്തെ കുട്ടിയുടെ പേര് ആത്മജ മഹാദേവ് എന്നാണ്. ആൺകുട്ടിയാണ്, ആൺകുട്ടിക്ക് ഇവരിട്ട പേര് ആത്മജ മഹാദേവ്. അപ്പോൾ അത് കമൻറ്റ് ബോക്സ് അന്ന് തന്നെ നിങ്ങൾക്ക് ഇവരുടെ പഴയ വീഡിയോസിൽ പോയി നോക്കിയാൽ അറിയാം. 28 കുട്ടിയുടെ 28-നാണ് ഇവർ ഈ പേരിടലും കാര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പോൾ ആ വീഡിയോനകത്ത് ആത്മജ മഹാദേവ് എന്ന് പറഞ്ഞ സമയത്ത് തന്നെ അതിൻ്റെ കമൻറ്റ് ബോക്സിൽ മൊത്തം ആത്മജൻ എന്നാക്കാമായിരുന്നു, ആത്മജ് എന്നാക്കാമായിരുന്നു. ആൺകുട്ടിയല്ലേ ആത്മജ മഹാദേവ് എന്നിട്ട് കഴിഞ്ഞാൽ സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് ഒരുപാട് ബുള്ളിങ്ങും കാര്യങ്ങളും, അല്ലെങ്കിൽ ആത്മജ എന്നുള്ളൊരു പേര് കൊണ്ട് ആ കുട്ടിക്ക്, കാരണം ആത്മജ എന്നുള്ളൊരു പേര് നമ്മുടെ നാട്ടിലൊക്കെ വളരെ പെൺകുട്ടികൾക്കാണ് കുറച്ചുകൂടി നമ്മൾ കണ്ടിട്ടുള്ളത്, വളരെ ഫെമിലിയർ ആയിട്ട് പെൺകുട്ടികൾക്കിട്ടാണ് കണ്ടിട്ടുള്ളത്. ഒരു ആൺകുട്ടിക്ക് ആത്മജ എന്നുള്ളൊരു പേര് അത് എത്രത്തോളം മറ്റേ അലുവി മത്തിക്കറി പോലുള്ളൊരു സ്കീമായിരിക്കും. സോ അത് അന്ന് ഭയങ്കര വൈറലായിരുന്നു, ഭയങ്കരമായിട്ട് കമൻറ്റ് ബോക്സിൽ എല്ലാവരും. പക്ഷേ ഇത്രത്തോളം ഇപ്പോൾ രണ്ടാമത്തെ കുട്ടി ഉണ്ടായ സമയത്ത് പേരിട്ട് അത് കച്ചറയായ അത്ര കമൻറ്റ് ബോക്സിൽ ഭയങ്കര രൂക്ഷമായിട്ടുള്ള വിമർശനമൊന്നും ഒരിക്കലും ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. ബട്ട് സ്റ്റിൽ അത്യാവശ്യം അതൊരു കോൺട്രവേഴ്സി എന്നല്ല, കുറച്ചധികം അവരുടെ സബ്സ്ക്രൈബർ ബേസിസിൽ അത് ഭയങ്കരമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ചർച്ചയായിട്ടുണ്ട്. അന്ന് വരെ ആത്മജ മഹാദേവ് എന്ന് പറഞ്ഞിട്ടൊരു കമൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ദ സൺ ബോൺ ഓഫ് ദ സോൾ എന്ന് പറഞ്ഞിട്ട് ഇവർ അതിൻ്റെ ഒരു അർത്ഥം എഴുതിയിട്ടുണ്ട്. ഇനി മുതൽ കുട്ടി മാഷ് ഈ നാമത്തിൽ അറിയപ്പെടാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ മാഷ് എന്നുള്ളത് ദേവിക അപ്പുറത്ത് ഹസ്ബൻഡിനെ വിളിക്കുന്നതാണ് മാഷ്. അപ്പോൾ കുട്ടി മാഷ്, ഈ പേര് കേട്ടിട്ട് ചിലർ ഇത് പെൺകുട്ടികളുടെ പേരല്ലേ എന്ന് സംശയം പ്രകടിപ്പിച്ചു. പക്ഷേ എൻ്റെ അറിവിൽ ഇത് ആൺകുട്ടിക്കും പെൺകുട്ടിക്കും ഇടാവുന്ന പേരാണ്. നമ്മുടെ ആത്മാവിൻ്റെ ഒരു പാതി
ആവാം നമ്മുടെ കുട്ടികൾ, അത്രയേ ഇതിനർത്ഥമുള്ളൂ. ആത്മാവിൽ നിന്ന് ജനിച്ചത് ആത്മജ മഹാദേവ്. ഓക്കെ, ഇതായിരുന്നു അവരൊരു റിട്ടൺ എന്താ പറയുക കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് അവരെന്നെ കമൻ്റ് ആയിട്ടുള്ളത്. കാരണം ഒരുപാട് പേര് ഇവിടെ സബ്സ്ക്രൈബേഴ്സ് അന്ന് സ്നേഹം കൊണ്ടായിരുന്നു എന്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നത്, അതായത് നിങ്ങൾക്കൊന്ന് മാറ്റിക്കൂടെ, ഒരു റിക്വസ്റ്റ്, അല്ലെങ്കിൽ ഈ കുട്ടി വലുതാവുന്ന സമയത്ത് ഇതൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കില്ലേ, കുട്ടിക്ക് തന്നെ അതൊരു ഇതാവില്ലേ എന്നുള്ള രീതിയിലൊക്കെ അന്ന് ഇങ്ങനെ ഭയങ്കര സ്നേഹത്തോട് ചോദിച്ചിരുന്നു. ആൻഡ് ഇവരതിനൊരു എക്സ്പ്ലനേഷൻ ആയിട്ടും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു ടൈമിൽ. എന്തുകൊണ്ടാണ് ഇവർ ഈ ഒരു പേര് ഓപ്റ്റ് ചെയ്തത്, ഈ പേര് ഓപ്റ്റ് ചെയ്തത് ആരാണ്, അച്ഛനാണോ അമ്മയാണോ എന്നുള്ളതിൻ്റെ ഒക്കെ ഒരു കാര്യമൊക്കെ പറഞ്ഞിട്ട് ഇവർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാവർക്കും കേൾക്കാനായിട്ട് പേരിട്ടിരിക്കുന്നത് ആത്മജ മഹാദേവ്. കൊള്ളാം, ആരും ഒന്നും പറയുന്നില്ല. ഈ പേര് എന്ന് പറയുമ്പോൾ നമുക്ക് സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഈ പേര് എനിക്ക് വന്നത് വളരെ മുൻപേ വന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ അനിയത്തിയുടെ കൊച്ചിന് ഞാൻ സജസ്റ്റ് ചെയ്ത പേരാ, പിന്നെയാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പൊ ആത്മജ എന്ന് പറയുന്ന പേര് ഒരുപാട് പേരുടെ മെസ്സേജ് ഉണ്ട്, ആത്മജന്മം നാക്ക്, ആത്മജീത് നാക്ക് ഒക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇതിന്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്, എനിക്ക് ഈ പേര് എൻ്റെ വിഷനിലേക്ക് വന്ന് കയറിയതാണ്. ഇതൊന്നും ഞാൻ തിരഞ്ഞെടുത്തതോ ഞാൻ പോയി തപ്പിപ്പിടിച്ച പേരോ ഒന്നുമല്ല. അപ്പോൾ ആത്മജ എന്ന് പറഞ്ഞ പേര് എനിക്ക് ഇഷ്ടമുള്ള വാക്കാണ്. അതിന്റെ കൂട്ടത്തിൽ മഹാദേവും കയറിയത് ഗുരുവായൂർ വെച്ച് ഒരു ഇന്റർവ്യൂവിൽ നിന്നാണ് എനിക്ക് ആ പേര് വരുന്നത്. അപ്പൊ ഇതെല്ലാം ഒരു വിധിയായിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ രീതികളെല്ലാം ഇപ്പൊ ഞാൻ എന്താ പറയുന്നത്, എൻ്റെ ഒരു പവർ ഓഫ് അറ്റോർണി ഞാൻ കൊടുത്തിരിക്കുന്നത് ആ അൾട്ടിമേറ്റിനാണ്, അല്ലെങ്കിൽ ആ ഒരു അബ്സല്യൂട്ട് എന്ന് നമ്മൾ പറയുന്ന ആ ഒരു അവസ്ഥയ്ക്കാണ്. കാരണം ഞാൻ എൻ്റെ ബോഡിയെ ജസ്റ്റ് ഒരു മെഷീനായിട്ട് കാണുന്നു, അത് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഗോഡാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം എന്നെ കൊണ്ട് ഈ പേര് ഇടിപ്പിച്ചതും ആ പേരിനെ പറ്റി നിങ്ങളെ കൊണ്ട് ഇത്രയും പറഞ്ഞ് യൂട്യൂബിലും ഗൂഗിളിലും ഇപ്പോൾ ഏറ്റവും ട്രെൻഡിങ് ആക്കി വന്നതും ഇപ്പൊ അതിനൊരു ക്ലാരിഫിക്കേഷന് വേണ്ടി എന്നെ കൊണ്ട് ഈ വീഡിയോ ചെയ്യിപ്പിക്കുന്നതും എല്ലാം ഈ പറയുന്ന ആ ഒരു കോസ്മിക് എനർജി തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കംപ്ലീറ്റ്ലി ദൈവത്തിലേക്ക് സമർപ്പിച്ച സ്വന്തം പവർ ഓഫ് അറ്റോണി വരെ ദൈവത്തിന് എഴുതി കൊടുത്തു. ഞാനൊരു ശരീരം മാത്രമാണ് ഈ ലോകത്ത് ജീവിക്കുന്നത്, എന്നെ കൊണ്ട് എല്ലാം ചെയ്യിപ്പിക്കുന്നതും ഞാൻ ചെയ്യുന്നതുമായുള്ള കാര്യങ്ങളൊക്കെ ദൈവം എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതും, അല്ലെങ്കിൽ ദൈവമാണ് എന്നിലൂടെ എന്ന് പറഞ്ഞ് ജീവിക്കാൻ താല്പര്യപ്പെടുന്ന ആ രീതിയിൽ ഡിവൈൻ, അല്ലെങ്കിൽ ഇങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട് ഇവിടെ. ഈ ഞാൻ വിശ്വാസിയല്ല, വിശ്വാസിയായിട്ടുള്ള അല്ലെങ്കിൽ വിശ്വാസം ഒരുപാട് കൂടുതലുള്ള ഒരു വ്യക്തി എങ്ങനെയാണോ ജീവിക്കുന്നത് ആ രീതിയിൽ ജീവിക്കുന്ന ഒരാളുടെ എക്സ്പ്ലനേഷനാണ് ഇപ്പോൾ നിങ്ങൾ ഈ കേട്ടത്. മകൻ എന്തുകൊണ്ട് അങ്ങനെ ആത്മജ എന്നുള്ളൊരു പേരിലേക്ക് എത്തി, അല്ലെങ്കിൽ ആ പേര് ഇങ്ങനെ പറഞ്ഞത് അന്നും ആ വീഡിയോനകത്ത് പറയുന്നത് എന്തോ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ വന്ന് കയറും. ഓക്കെ, ഒരു ഡിവൈൻ രീതിയിൽ ഈ പേര് വന്ന് കയറും. അങ്ങനെ വന്ന് കയറുന്ന പല പേരുകളും ഈ വ്യക്തി എന്ത് ചെയ്യും, വിജയ് മാധവ് അത് എടുത്തു വയ്ക്കും. റൈറ്റ് പേരായിട്ട് എന്ത് തോന്നിയോ കുട്ടി ജനിക്കുമ്പോൾ അപ്പോൾ അത് ഇടും എന്നുള്ളതാണ്. ആൻഡ് ഇഫ് ഐ എം നോട്ട് റോങ്, ഈ ആത്മജ എന്നുള്ളൊരു പേര് ഇവർ കുറച്ചും കൂടി ചർച്ച ചെയ്തിട്ടുണ്ട് ഹസ്ബൻഡ് ആൻഡ് വൈഫിൻ്റെ ഇടയിൽ. അങ്ങനെയൊക്കെ കുറച്ചും കൂടി എന്താ പറയുക, ഇപ്പോഴത്തെ പേരിനേക്കാൾ കൂടുതൽ അവരതിന് കുറച്ചും കൂടി ഫെമിലിയർ ആയിരുന്നു ഹസ്ബൻഡ് ആൻഡ് വൈഫ്. ഹസ്ബൻഡ് കണ്ടുപിടിച്ച പേരാണ്, വൈഫ് അത് കംപ്ലീറ്റ്ലി സമ്മതിച്ചു. അങ്ങനെയൊക്കെ ആയിരുന്നു ഇവരുടെ ആത്മജ എന്ന് പറഞ്ഞ ആ പേരിനോടുള്ള ഒരു നറേറ്റീവ് അവർ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ എന്താണ് വിഷയം? ഓക്കെ, അപ്പോൾ ഇവരുടെ ഇപ്പോഴത്തെ കൺമണിയുടെ ഇവരുടെ എല്ലാ പ്രഗ്നൻസി വീഡിയോയും ഭയങ്കര വൈറലാട്ടോ. നിങ്ങൾ അതിൻ്റെ വ്യൂവർഷിപ്പും ബാക്കിയുള്ള വീഡിയോയുടെ വ്യൂവർഷിപ്പ് നോക്കിയാൽ അറിയാം. ആസ് യൂഷ്വൽ പ്രഗ്നൻസി റിലേറ്റഡ് വീഡിയോൻ്റെയൊക്കെ വ്യൂവർഷിപ്പ് ഇത്രയും ഹൈ ആയിരിക്കും. എന്താണെങ്കിലും ഇനി ഇപ്പോഴത്തെ കുട്ടിയുടെ പേര് നമുക്കൊന്ന് അറിയണം. ഇവിടെ ഇപ്പോൾ എന്തായാലും ഞാൻ പേരെഴുതി കൊടുക്കും. നമ്മൾ പേര് തീരുമാനിച്ചു, ഞാനിവിടെ പേരെഴുതി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിന് ശേഷം എനിക്ക് ഒരുപാട് പേരിങ്ങനെ ചോദിക്കുമ്പോൾ പേര് പിന്നെ പറയാം, പേരിട്ടിട്ടില്ല അല്ല, അങ്ങനെയൊന്നും എനിക്ക് പറയാനായിട്ട് എനിക്കൊരു താല്പര്യമില്ല. എനിക്കങ്ങനെ മുഖത്ത് നോക്കിയിട്ട് ഇല്ല, അല്ലെങ്കിൽ നമ്മൾ ചെയ്താൽ ഇപ്പോൾ എനിക്ക് കണ്ടുപിടിച്ചിട്ടില്ല, ഞാൻ പറയും പേര് കണ്ടുപിടിച്ചിട്ടില്ല. ഇത് നമ്മൾ പേരും കണ്ടുപിടിച്ച് രജിസ്ട്രേഷൻ എഴുതിയും കൊടുത്തതിന് ശേഷം ചോദിക്കുമ്പോൾ എനിക്ക് പറയാൻ ബുദ്ധിമുട്ടാണെന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഞാൻ കരുതി ഒരുപാട് പേര് ഇത് ആഗ്രഹിച്ചിരിക്കുന്നു. പോസിറ്റീവായിട്ട് ആഗ്രഹിച്ചിരിക്കുന്നതെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ, എനിക്കറിയത്തില്ല എത്ര പേർക്ക് അംഗീകരിക്കാൻ പറ്റും ഈ പേരെന്നുള്ളത്. പക്ഷേ എന്നാലും ഇതും തീർച്ചയായിട്ടും എന്നിലേക്ക് വന്ന പേരാണ്. അപ്പോൾ എല്ലാവരുടെയും ചോദിക്കുമ്പോൾ എനിക്ക് നോ പറയാനും പറയാതിരിക്കാനും പറ്റാത്തത് കൊണ്ട് ഞാനിപ്പോൾ പേര് പറയുകയാണ്. നമ്മളുടെ രണ്ടാമത്തെ കുട്ടിയായ ആളുടെ മോളുടെ പേരിപ്പോൾ ഇട്ടിരിക്കുന്നത് ഓം പരമാത്മ, അതാണ് പേര് കേട്ടോ. പറ
ഒച്ചത്തിൽ പറഞ്ഞാലേ കേൾക്കത്തുള്ളൂ. ഓം പരമാത്മ. അത്രേ ഉള്ളൂ. അപ്പം ഓം പരമാത്മ എന്നാണ് ഇപ്പോൾ നമ്മൾ എഴുതി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം ഇത് വളരെ ഡിവൈനായിട്ടുള്ള ഒരുപാട് സ്പിരിച്വൽ പവറുകൾ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു പേരാണ്. അപ്പം അതുകൊണ്ട് ആ പേരിലൂടെ ആ പേരിന് എന്തൊക്കെ പവറുകളുണ്ടോ അതിൻ്റെ ഒരു 0.0001% ഗുണം ഈ പേരിട്ടുന്ന അല്ലെങ്കിൽ ആ പേരിട്ട് അറിയപ്പെടുന്ന വ്യക്തിക്ക് കിട്ടിയാൽ തന്നെ ഭയങ്കര ദൈവാധീനമായിരിക്കും. പെൺകുട്ടിയുടെ പേര് ഓം പരമാത്മ. ആക്ച്വലി ഞാൻ കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞെട്ടി. ഞാനാകെ ഓം പരമാത്മ. അപ്പം എൻ്റെ മൈൻഡിൽ ഫസ്റ്റ് വന്നത് ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ആളുകൾ എഴുതിയിട്ട സെയിം കാര്യമാണ്. ഈ കുട്ടി വലുതായിട്ട് സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത്, അതും എസ്പെഷ്യലി ഒരു പെൺകുട്ടിയാണ്, എണീച്ച് വെക്കുമ്പോൾ ഓം പരമാത്മ, ഡെഫിനറ്റ്ലി ചുറ്റുമുള്ള ആളുകൾ കുട്ടികൾ ചിരിക്കോടെ. അതൊരു നമ്മുടെ സൊസൈറ്റിയിൽ വലിയ മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ. അല്ലാതെ തന്നെ ഒരുപാട് ബുള്ളിങ് നടക്കും. പേരിൻ്റെ പേരിലും കൂടി ആകുമ്പോൾ പിന്നെ നോക്കണ്ട. പിന്നെ ഇതിൽ വിജയ് പറയുന്നൊരു കാര്യം, ബാക്കിയുള്ളവർ ഇഷ്ടപ്പെടണം അല്ലെങ്കിൽ ബാക്കിയുള്ളവർ സന്തോഷത്തോടു കൂടിയും പോസിറ്റീവായിട്ടാണോ കുട്ടിയുടെ പേര് വയ്ക്കുന്നത്. നിങ്ങൾ ആക്ച്വലി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, നിങ്ങൾ വളരെ കൺവിൻസിങ് ആയി, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് എത്തി എന്ന് ഡിവൈനായിട്ട് എത്തി എന്ന് പറഞ്ഞ പേര് നിങ്ങൾ കുട്ടിക്ക് ഇടുന്നു. അത് നാട്ടുകാർക്ക് കൺവിൻസിങ് ആണോ, നാട്ടുകാർക്ക് ഇഷ്ടമാണോ, നിങ്ങളതൊന്നും നോക്കേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങളുടെ കുട്ടിക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരിടാം. പിന്നെ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിന് നിങ്ങൾ വാല്യൂ കൊടുക്കുന്നു. നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ ഓരോ തോട്ടിനും അവരുടെ വാല്യൂബിൾ ആയിട്ടുള്ള ഓരോ കമൻറ്റിനും നിങ്ങൾ ഭയങ്കര വാല്യൂ കൊടുക്കുന്നു, അല്ലെങ്കിൽ അതിനൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് നിങ്ങൾ കഴിഞ്ഞ വീഡിയോ, അതായത് പഴയ ഫസ്റ്റ് കുട്ടിയുടെ ആത്മജ എന്നുള്ള ഒരു പേരിൽ കുറേ പേര് കമൻറ്റ് ഇട്ടപ്പോൾ അതിനൊരു എക്സ്പ്ലനേഷൻ ആയിട്ട് വന്നത്. സോ മേ ബി ഇവിടെയും ഈ ഓം പരമാത്മയ്ക്ക് ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് നിങ്ങൾ വരും എന്നുള്ളത് തന്നെയാണ് എൻ്റെ മൈൻഡിൽ തോന്നുന്നത്. കാരണം അത്രത്തോളം പണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കേരളീയ തനിമ അല്ലെങ്കിൽ കേരളീയത നിറഞ്ഞു നിൽക്കുന്ന അങ്ങനത്തെയൊക്കെ കമൻറ്റ് വന്ന സ്ഥലത്ത് ഇപ്പോൾ എൻറ്റയർലി ഒരുമാതിരി ടേൺ അടിച്ച പോലത്തെ കമൻറ്റ് ബോക്സാണ് സത്യം പറഞ്ഞാൽ ഈ ഓം പരമാത്മ എന്നുള്ള പേരിനടിയിൽ എനിക്ക് കാണാൻ പറ്റുന്നത്. കാരണം നിങ്ങൾക്ക് തന്നെ ഏകദേശം കമൻറ്റ് ബോക്സിൽ പോയി നോക്കിയാൽ മതി. വട്ടിൻ്റെ ഏറ്റവും ഭീകരമായ വേർഷൻ ഇതാണെന്ന് തോന്നുന്നു. സ്വന്തം കുഞ്ഞുങ്ങളോട് ഇങ്ങനെയും വെറൈറ്റി ദ്രോഹം ചെയ്യാൻ അച്ഛന് പറ്റുമോ എന്ന് ഒരാളും തെളിയിച്ചിരിക്കുന്നു. നല്ല ഫസ്റ്റ് പേര്, ഇയാളിതെവിടുന്ന് വന്നു, ആ കുഞ്ഞിൻ്റെ അവസ്ഥ, ഇങ്ങനെ നീണ്ടു പോവുകയാണ് ഈ ഒരു പെർട്ടിക്കുലർ കമൻറ്റ് ബോക്സ്. ഈ കമൻറ്റ് ബോക്സ് നിങ്ങളൊന്ന് ചെക്ക് ചെയ്താൽ മതി. ഇവരുടെ റീസെൻറ്റ് വീഡിയോയുടെ അവരെന്താണെങ്കിലും വായിച്ചു കാണുമല്ലോ. എന്താണെങ്കിലും ആളുകൾ ഈ പറഞ്ഞ പേര് ഓം പരമാത്മ എന്ന് പറഞ്ഞ പേര് ഡെഫിനറ്റ്ലി ആക്സെപ്റ്റ് ചെയ്തില്ല. പക്ഷെ അത് ആക്സെപ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്യണമെന്നൊന്നും ഇവർക്ക് ആവശ്യമൊന്നുമില്ല. അച്ഛനും അമ്മയ്ക്കും കുട്ടിക്ക് എന്ത് പേര് വേണമെങ്കിലും ഇവിടെ അമ്മ ഓക്കെയാണ്, അച്ഛൻ ഓക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് അച്ഛൻ അമ്മയ്ക്ക് കുട്ടിക്ക് ഏത് പേര് വേണമെങ്കിലും ഇടാം. ഇനി കുട്ടിക്ക് വിഷയമുണ്ടെങ്കിൽ കുട്ടിക്ക് എന്ത് ചെയ്യാം, വളർന്നു വലുതായിട്ട് പിന്നെ കുട്ടിക്ക് പേര് മാറ്റാം. അതിനുള്ള ഓപ്ഷനും ഉണ്ടല്ലോ. അപ്പം എന്താണെന്നുണ്ടെങ്കിലും ഓം പരമാത്മ, ഇപ്പം എന്നോട് പേഴ്സണലി ഇപ്പോൾ ഞാനൊരു ആസ് എ വ്യൂവർ അല്ലെങ്കിൽ ഇവരിങ്ങനെ പബ്ലിക്കായിട്ടിടുന്ന വീഡിയോ നമ്മൾ കാണുന്നതാണ്. അപ്പോൾ കമൻറ്റ് ബോക്സിലുള്ള പോലെ തന്നെ ഇപ്പോൾ നമുക്കൊരു അഭിപ്രായം കാണുമല്ലോ. ഇപ്പോൾ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ സ്റ്റണ്ടാണ്. ഓക്കെ, എൻ്റെ പൊന്നു ഓം പരമാത്മ എങ്ങനെ കുട്ടി എന്നുള്ളത് ഞാനും ചിന്തിച്ചിട്ടുണ്ട്. ഇനി ഇതിനൊരു എക്സ്പ്ലനേഷൻ ചോദിക്കുമ്പോൾ വീണ്ടും ഈ വ്യക്തി പോകുന്നത് ഡിവൈൻ അല്ലെങ്കിൽ കോസ്മിക് ദൈവികമായിട്ടുള്ള ഈ ഒരു കാര്യത്തിലേക്ക് തന്നെയാണ് ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ പോകുന്നത്. ഈ പേരെങ്ങനെ ഇയാളിലേക്ക് എത്തി അല്ലെങ്കിൽ എത്തുന്നു. ഇന്നിപ്പോൾ റീസെൻ്റ്ലി ഇപ്പോൾ ഒരു വീഡിയോ ഞാൻ കണ്ടു, കുറേ മണിക്കൂറുകളോളം വൈഫിന് വയ്യാതിരുന്ന് അല്ലെങ്കിൽ അബോധാവസ്ഥയിലായിരുന്നൊരു സമയത്ത് ഭയങ്കരമായിട്ടുള്ള സ്ട്രെസ്സും അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു മോശം പീരിയഡ് അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ളൊരു പ്രഗ്നൻസി ടൈമിൽ അങ്ങനെ വരുന്നൊരു സമയത്ത് ഹസ്ബൻഡിനാണെങ്കിലും ബാക്കിയുള്ളവർക്ക് ഭയങ്കരമായിട്ടുള്ളൊരു സ്ട്രെസ്സ് ഫീൽ ചെയ്യുള്ളൂ. അപ്പോൾ ആ സമയത്തൊക്കെ ഇങ്ങനെ ഓരോ ചിന്തകളും കാര്യങ്ങളൊക്കെ ആയി. അപ്പോൾ എന്താണെങ്കിലും ഒരു പേര് കടന്നു വന്നു അല്ലെങ്കിൽ ഒരു പേര് കിട്ടി അല്ലെങ്കിൽ ആ പേര് അങ്ങനെ എന്തെങ്കിലും ഡിവൈൻ സാധനങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ ഇതിനകത്ത്. കാരണം ഈ വിശ്വാസം കൂടുന്ന ആളുകൾക്ക് അവർക്ക് ഏത് രീതിയിലാണ് തോട്ട് പ്രോസസ്സ് പോകണമെന്നുള്ളത് ഒട്ടും വിശ്വാസമില്ലാത്ത ഒരാളായ എനിക്കത് ഇക്വേറ്റ് ചെയ്യാൻ പറ്റില്ല. ബട്ട് സ്റ്റിൽ പുറത്ത് നിന്ന് കാണുന്ന സമയത്ത് ഇതൊക്കെ കുറച്ച് ഓവറല്ലേ എന്നുള്ളത് ചോദിക്കാൻ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. ഞാൻ പലരോടും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ സെയിം അവസ്ഥ തന്നെയാണ് എനിക്ക് ഇവിടെയും തോന്നുന്നത്. കാരണം
കൊഞ്ചം ഓവറല്ലേ എന്നുള്ളതാണ് ഇതിനൊക്കെ ചോദിക്കാൻ എനിക്ക് പേഴ്സണലി ഇല്ല. അത് എൻ്റെ പേഴ്സണലി ഉള്ള ചോദ്യമാണ്. അന്ന് ഞാൻ പറഞ്ഞിരുന്നു ലൈക്ക് അതെല്ലാം എൻ്റെ വിഷനി വരുന്നതാണ്. ഞാനിതൊന്നും കഷ്ടപ്പെട്ട് കണ്ടുപിടിക്കുന്നതോ അല്ലെങ്കിൽ ഇങ്ങനൊരു വെറൈറ്റി പേരിടണമെന്ന് നിശ്ചയിക്കുന്നതോ ഒന്നുമല്ല. എനിക്കെല്ലാം തോട്ടാണ്. നമ്മുടെ ആ ഒരു തോട്ടിൽ ഈശ്വരൻ പ്രവർത്തിക്കുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം അതിൽ നമ്മൾ അങ്ങ് പോവുകയാണ്. അപ്പം നമ്മുടെ വിശ്വാസത്തിൽ എന്നിൽ ഈശ്വരൻ പ്രവർത്തിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നതുകൊണ്ട് അതിലൂടെ വരുന്നതെല്ലാം അങ്ങനെ ആയിരിക്കുമെന്നും നമ്മളങ്ങ് കരുതുകയാണ്. അതിലാണ് നമ്മുടെ ഒരു യാത്ര. ഇപ്പോൾ ഞാൻ എൻ്റെ രണ്ടാമത്തെ കുട്ടി അത് ആണാണോ പെണ്ണാണോ എന്ന് നമ്മൾ അറിഞ്ഞിരുന്നില്ല. ഇപ്പോൾ ജനിച്ചപ്പോൾ മാത്രമാണ് അറിഞ്ഞത്. അപ്പം അപ്പോഴും എനിക്ക് വന്ന പേര് തന്നെയാണ് ഞാൻ ഇപ്രാവശ്യവും ഇടാൻ തീരുമാനിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും അത് ആണാണേലും പെണ്ണാണേലും ആ പേര് തന്നെ അത് വരത്തുള്ളായിരുന്നു. കാരണം അത് ദേവിക്ക് മാത്രമേ അറിയത്തുള്ളൂ, ദേവിയോട് മാത്രമേ ഞാനത് പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ദേവിക പറഞ്ഞ അയ്യോ ഭഗവാനെ ഇത് ആത്മജയുടെ പോകുമല്ലോ. ആത്മജ മഹാദേവ് എന്നുള്ള പേര് മാഷ ഫസ്റ്റ് നമ്മൾ കല്യാണം കഴിഞ്ഞതിന് മുന്നേ നന്ദുവിൻ്റെ കുട്ടിക്ക് ആത്മജ എന്നുള്ള പേരിടണം എന്ന് മാഷിനെ ആഗ്രഹിച്ചു പറഞ്ഞല്ല, എന്നിലേക്ക് ആ പേര് വന്നു. എനിക്ക് ഞാനന്ന് കല്യാണം കഴിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിക്കാതിരുന്നത് കൊണ്ടും എൻ്റെ പെങ്ങൾ കല്യാണം കഴിച്ചൊരു കുട്ടി ആയതുകൊണ്ടും അവൾ എന്നോട് സജഷൻ ചോദിച്ചപ്പോൾ എനിക്ക് പറയാൻ ഈ ഒരു പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പുള്ളിക്കാരി ചോദിച്ചു വേറെ ഏതെങ്കിലും. ഞാൻ പറഞ്ഞു എനിക്കൊരു പേര് കിട്ടിയല്ലോ, ഇനി എനിക്ക് വേറൊരു പേരിന് വേണ്ടി അലയാൻ പറ്റത്തില്ല. നിനക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഈ പേര് ചൂസ് ചെയ്യുക, ഇല്ലെങ്കിൽ നീ വേറെ സ്വന്തമായിട്ട് പേര് അന്വേഷിച്ച് കണ്ടുപിടിക്കുക, അത് ഇടുക. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇതിലേക്ക് ഇങ്ങനെ വരും. ആ വരുന്നതിൽ നിന്ന് ഞാൻ പിക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ പ്രാർത്ഥിക്കും ശക്തിയോട്. അതായത് എൻ്റെ ചൂസ് ചെയ്യുന്നത് അല്ലെ എൻ്റെ ഡെസിഷൻ നമുക്ക് അനുകൂലം ആവണേ, അല്ലെങ്കിൽ നല്ലത് സംഭവിക്കണേ. അപ്പം ഇപ്പം അതും മാറ്റി എനിക്ക് കഴിഞ്ഞ ദിവസം ഈ ദേവിയുടെ ഇൻസിഡൻറ്റ് നടന്ന സമയത്ത് എനിക്ക് വന്ന ഒരു കേട്ടാ, ഇതുവരെ കേൾക്കാതൊരു ശബ്ദം കേട്ടില്ലേ? അപ്പോൾ വന്ന ഒരു തോട്ടാണ്, അത് തോട്ടല്ല വാക്കാണ്, അറിയാതെ വന്ന വാക്കാണ്. എന്താണ് ഞാൻ പറഞ്ഞത്? അതെ, രവി ഇങ്ങനെ ഡെസ്പായിട്ട് കിടക്കുമ്പോൾ എനിക്ക് വന്ന വാക്കാണ്. ഞാൻ സാധാരണ പറയാറുള്ള വാക്ക് എന്താണ് നല്ലത് അത് സംഭവിക്കട്ടെ എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. നല്ലത് സംഭവിക്കട്ടെ, അത് ആർക്കാണേലും. നമുക്കറിയത്തില്ല എന്താണ് നല്ലതെന്ന്. പക്ഷേ ഇത് പെട്ടെന്ന് ഞാൻ അന്നേരം പറഞ്ഞ വാക്കെന്ന് പറയുന്നത് നമുക്ക് നല്ലത് മാത്രം, അല്ലെങ്കിൽ നമുക്ക് നല്ലത് മാത്രമേ സംഭവിക്കത്തുള്ളൂ, അങ്ങനെയല്ലേ പറഞ്ഞത്? നോർമലി ഞാൻ വളരെ നോർമലായിട്ട് കാര്യങ്ങൾ ചിന്തിക്കുന്ന, വളരെ നോർമലായിട്ട്, ഓക്കെ, ഇങ്ങനെ വളരെ ദൈവികമായിട്ടും ഡിവൈനായിട്ടും കോസ്മിക് സംഗതികളൊന്നും ഇല്ലാതെ ചിന്തിക്കുന്ന ഒരാളാണെങ്കിലും നമ്മളൊക്കെ വിചാരിക്കുന്ന എല്ലാവർക്കും നല്ലത് വരട്ടെ, നമുക്ക് നല്ലത് വരും. വെരി ബേസിക് തിങ് ആണ്. പക്ഷെ ഇപ്പോൾ എല്ലാം ദൈവത്തിനായിട്ട് ഇക്വേറ്റ് ചെയ്യുന്ന, ദൈവമാണ് എൻ്റെ പവർ ഓഫ് അറ്റോണി ഞാൻ കൊടുത്തത് ദൈവത്തിനാന്ന് പറഞ്ഞ് ചിന്തിക്കുന്ന ഒരാൾക്ക് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇല്ലാത്ത മണിയടി കേൾക്കാം, ഇല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു കുട്ടിക്ക് ഡിവൈനായിട്ടുള്ളൊരു പേരിട്ടത് കൊണ്ട് ആ പേരിലൂടെ ആ കുട്ടിയിലേക്ക് ഒരു ഡിവൈനായിട്ടുള്ളൊരു ശക്തി വരും, അല്ലെങ്കിൽ ഒരു പവർ വരും, അല്ലെങ്കിൽ ആ പേര് വന്നതുകൊണ്ട് ആ കുട്ടിക്ക് ഏറ്റവും നല്ല ഉയർച്ച, സമ്പാദ്യം, നല്ല ആരോഗ്യം, അങ്ങനെയൊക്കെ ഇവർക്ക് ചിന്തിക്കുന്നുണ്ടാവും. കാരണം അവരുടെ ആ ഒരു, ഞാൻ പറഞ്ഞല്ലോ, ഭക്തി 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 എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ദൈവം ഭക്തി ഭക്തി എന്നുള്ള രീതിയിൽ പോകുന്ന ആളുകൾക്ക് അവരുടെ തോട്ട് പ്രോസസ്സ് അങ്ങനെയായിരിക്കും. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും എനിക്ക് അങ്ങനെയല്ല. ഇപ്പോൾ ഞാൻ നോക്കുന്ന സമയത്ത് എൻ്റെ പേര് സായി കൃഷ്ണൻ എന്നാണ്. നേരെ മറിച്ച് ഇപ്പോൾ ഒരാൾ ദൈവത്തിൻ്റെ പേരിട്ട് ഒരു ദൈവത്തിൻ്റെ പേരും എനിക്ക് കൊടുത്തിട്ടു. അപ്പോൾ എൻ്റെ അച്ഛനല്ല, എൻ്റെ അമ്മമ്മയാണ് അതിട്ടുള്ളത്. അപ്പോൾ അമ്മമ്മേൻ്റെ മൈൻഡിൽ ചിലപ്പോൾ തോന്നിയിരിക്കാം, ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലേ ശിവൻ, വിഷ്ണു, അങ്ങനെ കുറേ പേരുകളുണ്ടല്ലോ, കൃഷ്ണൻ, മുഹമ്മദ് എന്ന് കുറേ ആൾക്ക് പേരുണ്ട്, കുറേ പേർക്ക് കുറേ പുണ്യാളന്മാരെ പേരുണ്ട്. സോ അങ്ങനെയൊക്കെ പേരിടാൻ തന്നെ കാരണം എന്ന് പറഞ്ഞാൽ ഈ പേരൊക്കെ ഇടുമ്പോഴത്തേക്ക് എന്തോ ഒരു പവർ കിട്ടുമില്ലെങ്കിൽ നമ്മുടെ ജീവിതം അടിപൊളിയായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ തന്നെ വളരെ നല്ല രീതിയിൽ ജീവിക്കുന്നൊക്കെ വിചാരിച്ചു. പക്ഷെ അങ്ങനെയൊന്നും അല്ല. നമ്മുടെയൊക്കെ ഡെയിലി ആക്ടിവിറ്റീസ്, നമ്മളുടെ സ്വഭാവം, നമ്മൾ ചെയ്യുന്ന കർമ്മം, ആ കർമ്മ എന്ന് പറഞ്ഞ ഒരു കാര്യം, അതൊക്കെയാണ് നമുക്ക് തിരിച്ച് ലൈഫിൽ കിട്ടുന്നത്. ഓക്കെ, നമ്മൾ ഉണ്ടാക്കുന്നതും അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നതും നമ്മുടെ വ്യക്തിത്വം, അതൊക്കെയാണ് നമുക്ക് ലൈഫിൽ. അല്ലാതെ ഒരു പേര് കാരണം, എനിക്കറിയില്ല, ഒരു പേര് പ്രൊട്ടക്റ്റ് ചെയ്യാനോ, അല്ലെങ്കിൽ എനിക്ക് കൃഷ്ണൻ എന്ന് പേരിട്ടു, അതുകൊണ്ട് ഈ പേര് ഇനി നല്ലതാവാൻ വേണ്ടിയില്ല, അല്ലെങ്കിൽ കൃഷ്ണൻ എന്ന് പറഞ്ഞ പേരിനൊരു കളങ്കം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്നു മുതൽ എല്ലാം നല്ലതേ ചെയ്യൂ, എല്ലാവർക്കും നല്ലതേ ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് എനിക്ക് അങ്ങനെയുള്ള ആൾക്കാരൊന്നും അറിയില്ലടി.
ആരും അങ്ങനെ ഇപ്പോൾ ദൈവത്തിൻ്റെ പേരിട്ടാൽ തന്നെ അതൊന്നും ആരും കെയർ ചെയ്യാറില്ല. ഒക്കെ വളരെ യൂഷ്വലായിട്ട് പോകുന്നുണ്ട് നമ്മുടെ നാട്ടിൽ. ഓക്കെ, അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഇങ്ങേരുടെ ഈ ഒരു വേർഷൻ എനിക്ക് ഡൈജസ്റ്റ് ചെയ്യുന്നില്ല പേഴ്സണലി. ബട്ട് സ്റ്റിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവരുടെ കുട്ടി, അവർക്ക് ഇഷ്ടപ്പെട്ട പേര്, അവരുടെ താല്പര്യങ്ങൾ, ആൻഡ് ഡെഫിനറ്റ്ലി കമൻറ്റ് ബോക്സിലുള്ളവർക്ക് കമൻറ്റ് ചെയ്യാം. ഇപ്പോൾ വീഡിയോ കണ്ട് എനിക്ക് എൻ്റെ അഭിപ്രായം പറയാം. റെസ്റ്റ് ഈസ് അപ് ടു ദം. ആൻഡ് ആ കുട്ടി വളർന്നു വരുന്ന ആ കുട്ടിക്ക് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ വേണമെങ്കിൽ പേര് മാറ്റാം, അല്ലെങ്കിൽ ഈ പേരിട്ടത് കൊണ്ട് അച്ഛനും അമ്മയോട് ചോദിക്കാം, എന്താ അച്ഛൻ അമ്മ എന്നുള്ളത് ചോദിക്കാം, അങ്ങനെയൊക്കെ ഉണ്ടാവും. ഓക്കെ, ഇല്ലെങ്കിൽ ആ കുട്ടി വളർന്നു വരുമ്പോൾ ആ കുട്ടിക്ക് ഈ പേര് കൊണ്ടുവരുന്ന ഇഷ്യൂസ് ചിലപ്പോൾ ആ കുട്ടി പറയാതിരിക്കാം. അങ്ങനെ പല രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോവാം. പക്ഷേ അറ്റ് പ്രസൻറ്റ് ഈ പേര് കേൾക്കുന്ന സമയത്ത് ഓം പരമാത്മ, അതോ ആ പെൺകുട്ടിക്ക് അങ്ങനെ സംഗതി ശരിക്കും ഇത് മാറിപ്പോയത് തോന്നുന്നില്ല. ആ പെൺകുട്ടിക്ക് ആത്മജ എന്നും ആൺകുട്ടിക്ക് ഓം പരമാത്മ എന്നുമാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വുഡ് ഹാവ് ബി മച്ച് മച്ച് ബെറ്റർ. ഓക്കെ, അങ്ങനെ എനിക്ക് പേഴ്സണലി ഫീൽ ആവുന്നത്. അതാണ് എൻ്റെ കുട്ടിയല്ല, അവരുടെ കുട്ടിയാണ്, അവരുടെ ഇഷ്ടങ്ങൾക്കാണ്. ഇനി ഓം പരമാത്മ എന്ന് പറഞ്ഞ പേരിലേക്ക് എത്താനുള്ളതിനും ഒരു വേറൊരു സ്റ്റോറി ഉണ്ട്. നമ്മുടെ ഓം പരമാത്മ ബാക്കിൽ കിടന്ന് ചെറുതായിട്ട് ഒച്ച ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട്. ഇത് ദേവികയുടെ അന്ന് രാത്രിയിൽ വൈകുന്നേരം നമ്മൾ ഈ സന്തോഷം ആയ ദിവസമാണല്ലോ, അതുകൊണ്ട് അന്ന് ഞാൻ വൈകുന്നേരം നമ്മൾ ഡിന്നർ കഴിക്കാൻ വേണ്ടി നമ്മൾ താജിൽ കഴിക്കാൻ വേണ്ടി, ട്രിവാൻഡ്രത്തുള്ള താജ് വിവാന്തയിൽ കഴിക്കാൻ വേണ്ടി നമ്മൾ പോവുകയാണ്. അപ്പം ഇത് ഞാൻ ആദ്യം പറഞ്ഞപ്പോൾ ദേവിക്ക് അങ്ങനെ ഒരു ആത്മജയുടെ പേര് പറഞ്ഞപ്പോൾ ഉള്ള ഒരു സുഖം കിട്ടിയിട്ടില്ലായിരുന്നു കേട്ടോ. അവിടെ ചെന്നപ്പോൾ നമ്മൾ കഴിക്കുന്നു. അവിടെ കഴിക്കാൻ വന്ന കൂട്ടത്തിൽ നമ്മുടെ കവടിയാർ കൊട്ടാരത്തിലെ ആദിത്യവർമ്മ തമ്പുരാൻ അവർ ഫാമിലി കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ദേവികയ്ക്ക് അതുവരെ പരിചയമൊന്നുമില്ലായിരുന്നു. അപ്പോൾ അവിടെ വെച്ച് ദേവിക പരിചയപ്പെട്ടു. അതിനുശേഷമാണ് നമ്മൾ കവടിയാർ കൊട്ടാരത്തിലൊക്കെ പോയത്. അപ്പോൾ അവിടെ വെച്ച് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നതിനിടയിൽ അദ്ദേഹം സംസാരിച്ചത് അദ്ദേഹത്തിൻ്റെ കൈലാസ യാത്ര കഴിഞ്ഞ് വന്ന ഒരു സമയം എങ്ങാണ്ടായിരുന്നു. അപ്പം പുള്ളി അന്ന് സംസാരിച്ച വാക്ക് അവിടുത്തെ ഓം പർവ്വത്തിനെ പറ്റിയാണ്. അവിടെ ശരിക്കും ആ ഓം പർവ്വത്ത് എന്ന് പറഞ്ഞൊരു വാക്ക് പറയേണ്ട ആവശ്യം അദ്ദേഹത്തിനില്ല. അങ്ങനത്തെ ഒരു ഏരിയയിലാണ് നമുക്ക് ഈ ടോക്ക് വന്നത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞു, ഇതൊരു അത്ഭുതമാണ്. കാരണം ഇപ്പോൾ 1 മണിക്കൂർ മുന്നേ ഞാൻ ദേവികയോട് നമ്മളിപ്പം ബേബിക്ക് ഇടാനുള്ളൊരു പേരിൻ്റെ സജഷൻ പറഞ്ഞത് ഈ ഓം പരമാത്മ എന്നാണ്. അപ്പം അതുമായിട്ട് കണക്റ്റഡായിട്ട് അപ്പം തന്നെ ഓം പർവ്വതം ഉണ്ടെന്നും ആ പർവ്വതത്തെ പറ്റി പുള്ളി എൻ്റെ അടുക്കൽ പറയുന്നതും ഞാൻ പുള്ളിയോട് പറഞ്ഞു, ഇതെന്തോ കണക്ഷൻ ഉണ്ട്, സോ ഇത് ഫിക്സ് ചെയ്യണമെന്ന് ഉള്ളൊരു ഫീലാണ് എനിക്ക്. നേരത്തെ നമ്മുടെ മഹാദേവിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ എനിക്കൊരു ഫീല് കണക്റ്റായി. ഞാൻ അപ്പോൾ ദേവികയോട് പറഞ്ഞപ്പോൾ ദേവിക്ക് അത് ബോധ്യമായി. ഓക്കെ, വർക്കൗട്ടാണ്, കറക്റ്റ്. അല്ല, ഈ ഇവരുടെ കംപ്ലീറ്റ് വീഡിയോ കാണുന്നവർക്കും ദേവികയെല്ലാം ഓക്കെയാണ്. കാരണം അങ്ങനെയാണ് എല്ലാ വീഡിയോസിനകത്തും ദേവിക ഈസ് ഫൈൻ. എന്താണോ ഹസ്ബൻഡ് പറയുന്നത് അത് വെരി ഫൈനാണ് ആ ലേഡി. സോ അതുകൊണ്ടൊരു പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല. അതിനും കമൻറ്റ് ബോക്സിൽ ഇപ്പോൾ നേരെ ആദ്യം മുതൽ ഭയങ്കരമായിട്ട് എന്താ പറയുക, അയ്യോ എന്തൊരു നല്ല ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്നൊക്കെ പറഞ്ഞ് നടന്നൊക്കെ കാര്യങ്ങൾ മാറിയിട്ട് വേറെ രീതിക്കൊക്കെ കമൻറ്റുകൾ പോകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതാണെങ്കിലും ഒരു പേര് കാരണം ഇത്രത്തോളം ഒരു ചാനലിൻ്റെ കമൻറ്റ് ബോക്സ് ഞാൻ ഭയങ്കരമായിട്ട് ഈ ഫാമിലി വ്ളോഗേഴ്സിൻ്റെ കമൻറ്റ് ബോക്സ് നോക്കാറുണ്ട് ഇടയ്ക്ക്. കാരണം വളരെ പോസിറ്റീവ് നോട്ടിൽ പോകുന്ന കമൻറ്റ് ബോക്സുകളിൽ ഒന്നായിരുന്നു ഇവരുടെ കമൻറ്റ് ബോക്സ്. പക്ഷേ ഓം പരമാത്മ വന്നതോടുകൂടി കമൻറ്റ് ബോക്സ് തിരിഞ്ഞു. ഇപ്പോൾ പഴയ വീഡിയോസിൻ്റെ അടക്കം ഒരു ഓഡിറ്റിങ്, അതിൻ്റെ റെഫറൻസ് വെച്ചിട്ടുള്ള സംസാരങ്ങൾ, കംപ്ലീറ്റ്ലി ഇത്രകാലം കണ്ട വ്യൂവേഴ്സ് അടക്കം ഓഹോ എന്തുവാണ് നീ പറയുന്നതെന്നുള്ള രീതിയിലുള്ള സംസാരങ്ങൾ. ഇപ്പോൾ ഈ സംസാരത്തിനിടയിൽ 2 വ്യക്തികൾ സംസാരത്തിന് ഇപ്പോൾ കൈലാസത്തിൽ പോയി വന്ന ഒരാൾ ഏറ്റവും കൂടുതൽ പറയുന്നത് ശിവൻ, ഓം, പർവ്വതം ഇതൊക്കെ തന്നെയായിരിക്കും. ഇപ്പോൾ ഓം പർവ്വതം എന്നുള്ളത് അതത്ര എന്താ പറയുക, അവിടെ സംസാരിക്കാൻ എനിക്കറിയില്ല, അങ്ങനെ വരാത്തൊരു വാക്കായിട്ടാണോ എന്ന് എനിക്കറിയാൻ പാടില്ല. കാരണം എനിക്കത് കേൾക്കുമ്പോൾ അത്ര വലിയ ഒരു അത്ഭുതമായിട്ടൊന്നും തോന്നുന്നില്ല. കൈലാസ യാത്ര കഴിഞ്ഞ് വന്ന ഒരാൾക്ക് ഓമും പർവ്വതമാണ്, അവിടെ ഓംകാരമാണ്, ശിവനാണ്, യൂഷ്വൽ സാധനമാണ്. പിന്നെ ഇപ്പോൾ ഈ മനസ്സിനകത്ത് ഈ ഓം പരമാത്മ ഉള്ള ഒരാൾക്ക് കോയിൻസിഡൻസ്, അത്രയേ ഉള്ളൂ, ഒരു കോയിൻസിഡൻസ്. ആ കോയിൻസിഡൻസിലടക്കം ഒരു ഡിവൈൻ ഓറ അല്ലെങ്കിൽ ഒരു ഡിവൈൻ പെർസ്പെക്റ്റീവ് കണ്ടിട്ട് മേ ബി അടുത്ത വൈഫിനെ കൺവിൻസ് ചെയ്യാനുള്ള ഒരു സംഗതി കിട്ടി, അങ്ങനെയൊക്കെ ആയിരിക്കുകയാണ്. മേ ബി പറയാൻ പറ്റില്ല. എന്താണെങ്കിലും വൺ തിങ് ഫോർ ഷുവർ, ഈ
എനിക്ക് തോന്നുന്നത് ആത്മജ വീണ്ടും കുഴപ്പമുണ്ടാവില്ല, കുട്ടി വളരുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ വരുമ്പോഴത്തേക്ക് വീണ്ടും ഒരു സീനാവില്ല. പക്ഷേ പെൺകുട്ടിക്ക് ഓം പരമാത്മ വിൽ ബി ലൈക്ക്, അത് അവർ കുറച്ച് കഴിയുമ്പോൾ തന്നെ കുട്ടികൾ തന്നെ പറഞ്ഞു തുടങ്ങുമെന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ആവുന്നത്. കാരണം ഓം പരമാത്മ എന്നുള്ളത് അത്ര ഞാൻ എവിടെയും കേട്ടിട്ടുള്ളൊരു പെൺകുട്ടിക്ക് ഓം പരമാത്മ എന്നുള്ള പേര് വന്നിട്ടുള്ളത്. സോ വൺ ഓഫ് എ കൈൻഡ് നെയിം. പിന്നെ ഈ പറഞ്ഞ അച്ഛനും അമ്മേൻ്റെ ഇഷ്ടമാണ്. ബട്ട് ഡെഫിനറ്റ്ലി കമൻറ്റ് ബോക്സ് ഇറപ്റ്റഡാണ്. ഒരു ഇതിൻ്റെ വോൾക്കാനിക് ഇറപ്ഷൻ പോലെയാണ് കമൻറ്റ് ബോക്സ് കടന്ന് പൊട്ടിത്തെറിക്കുന്നത്. സോ ഇതാണ് ഒരു പേര് കാരണമുണ്ടായ ഒരു വൈറൽ കോൺട്രവേഴ്സി. ആൻഡ് ഇതാണ് ആ പേര്, ഓം പരമാത്മ. ബാക്കി ഇനി നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ പറ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒട്ടും വിശ്വാസമില്ലാത്ത, ഒരു ദൈവത്തിലും വിശ്വസിക്കാത്ത, ഒരു മതത്തിലും വിശ്വാസമില്ലാത്തൊരു വ്യക്തിയാണ്. എനിക്ക് ഈ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഭയങ്കര കോമഡി ഫീലിംഗ് ആണ് എനിക്ക് വരുന്നത്. പക്ഷേ ഞാൻ ഈ വീഡിയോനകത്ത് അത് അങ്ങനെ ഒരു കോമഡി ആസ്പെക്റ്റിൽ ചെയ്യാതിരിക്കുന്നത്, ഐ റെസ്പെക്ട് ആ പാരൻസിനെ, ബിക്കോസ് അവരുടെ കുട്ടി, അവരുടെ കുട്ടിയുടെ പേര്. ബട്ട് ആസ് എ വ്യൂവർ നമുക്ക് നമ്മുടെ പെർസ്പെക്റ്റീവ് വളരെ റെസ്പെക്ട്ഫുള്ളായിട്ട് പറയാം. ഞാൻ അതാണ് പറഞ്ഞത്. കുട്ടി വളരുമ്പോൾ എന്തായിരിക്കും, അല്ലെങ്കിൽ ആ കുട്ടി ഏത് രീതിയിൽ ഇതിന് റെസ്പോണ്ട് ചെയ്യുന്നുള്ളതൊക്കെ ഐ ഡോണ്ട് നോ. ബട്ട് എനിക്കറിയുന്ന ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ, ഇല്ലെങ്കിൽ കുറച്ച് കാലം കഴിഞ്ഞിട്ടാണെങ്കിലും വരുന്നൊരു സിറ്റുവേഷനകത്ത് ഓം പരമാത്മ ഫോർ എ ഗേൾ, ആ കുട്ടി ഒരുപാട് സ്കൂളിലും കോളേജിലൊക്കെ സീനായിരിക്കും. എന്താണെങ്കിലും ലെറ്റ് സി വാട്ട് ഹാപ്പൻസ്. ഇനി ഇവരൊരു എക്സ്പ്ലനേഷൻ വീഡിയോ, ഈ ഓം പരമാത്മ എന്നുള്ളതിൻ്റെ ഒരു കംപ്ലീറ്റ് എക്സ്പ്ലനേഷൻ എങ്ങനെയാണെന്നുള്ളത് നമുക്കറിയില്ല. ആൻഡ് ഈ ഇങ്ങനെ ഇരിപ്പിന് ഓരോ എന്താ പറയുക, ഈ ദൈവവിളി പോലത്തെ കാര്യങ്ങളും അല്ലെങ്കിൽ ഇങ്ങനത്തെ സംഗതികളൊക്കെ വരുന്ന ആളുകൾ അവരിങ്ങനെയാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. അവരുടെ ലൈഫൊക്കെ ഇങ്ങനെ തന്നെ ആയിരിക്കും. അവരിങ്ങനെ ഒരു ദൈവം എന്നുള്ളതിൽ മാത്രം ചിന്തിച്ച് അല്ലെങ്കിൽ ദൈവവിശ്വാസത്തിൽ മാത്രം അടിയുറച്ച് പോകുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർക്ക് കണ്ടിട്ടുണ്ട്. ഞാൻ ഈ റീസെൻ്റായിട്ട് കുറേ നമ്മൾ കാണുന്നതാണ്. സോ ദാറ്റ്സ് ഇറ്റ്. അതാണെങ്കിൽ ഒരു പേര് കാരണം ഇത്രത്തോളം ഒരു ഫാമിലി വ്ളോഗേഴ്സിൻ്റെ കമൻറ്റ് ബോക്സ് ചേഞ്ച് ആവുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. റെയർ ഇൻസിഡൻറ്റ്.